ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ അയണിച്ചക്കയാണ്. ആഞ്ഞിലി ചക്കയെന്ന് നിങ്ങളൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അയണി ഉണ്ടെങ്കിലും കായൊക്കെ കിട്ടിയിട്ട് കുറേ ആയി കേട്ടോ. കായൊക്കെ വീഴുമായിരിക്കും എന്ന് തോന്നുന്നു താഴെ. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കാറില്ലായിരുന്നു. ഇന്ന് അങ്ങനെ പറമ്പിൽ കയറിയപ്പോഴേക്കും മമ്മിക്ക് ഒരു അയണിച്ചക്ക കിട്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതിങ്ങനെ പുറത്തിങ്ങനെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കഴിച്ചിട്ട് വർഷങ്ങളായി. എൻ്റെ മോൻ ഈ സാധനം കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ അവന് കൊടുക്കാമെന്നും വിചാരിച്ചിട്ട് ഈ ഒരു സംഭവം നമ്മളൊരു 3-4 പേര് ചേർന്ന് കഴിച്ചു കേട്ടോ. പണ്ടൊക്കെ ഒത്തിരി കിട്ടിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഇന്നതേ നമ്മൾ 3-4 പേര് ചേർന്ന് കഴിച്ചത്. അങ്ങനെ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വിളിച്ച് അവന് കൊടുക്കാനായിട്ട് വിളിച്ചു കേട്ടോ. ആഞ്ഞിലി ചക്ക എന്ന് പറയും. അതിനകത്ത് കുരുണ്ട്, കുരു നല്ല ടേസ്റ്റ്, കഴിച്ചു നോക്ക്. എന്തൊക്കെ പറഞ്ഞിട്ട് അവനത് വായി വെക്കാൻ പോലും തയ്യാറാവാതെ പോയി കേട്ടോ. എനിക്കാണെങ്കിൽ കഴിച്ചപ്പം എൻ്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ, കുറേ കാലമായി ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ കുരുവൊക്കെ പണ്ട് നമ്മൾ വറുത്തെടുക്കുമായിരുന്നു. മമ്മി അവിടെ നിന്ന് പറയുമായിരുന്നു, സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെടുത്ത് വറുക്കാമായിരുന്നു ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. ചിലതാണെങ്കിൽ മധുരം കുറവായിരിക്കുമല്ലോ, ഒരു വല്ലാണ്ടിരിക്കും. പക്ഷേ ഇത് നല്ലതായിരുന്നു. ഞാനും മമ്മിയും അച്ഛനും അമ്മച്ചിയും ഒക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓടിയില്ലേ. ലാസ്റ്റ് ആയപ്പോഴും അവൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം എന്താ, ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ വന്നു. അങ്ങനെ അവനും ഒരെണ്ണം കൊടുത്തു. ആദ്യം ഇങ്ങനെ കുരു ഇങ്ങനെ എടുക്കാൻ അവൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവനും ഇഷ്ടപ്പെട്ടു. അവനൊരു 3-4 ഇതിനകത്തുനിന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും ഇഷ്ടമായി. ലാസ്റ്റ് അതിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ച് സൂപ്പറായിരുന്നു.